ചിറമുക്കിൽ 2.5 വയസ്സുകാരിയെ അംഗനവാടി ടീച്ചർ കമ്പി കൊണ്ടടിച്ചതായി പരാതി. ചിറമുക്ക് സ്വദേശികളായ ദമ്പതികളുടെ മകൾക്കാണ് അടിയേറ്റത്. ടീച്ചർ ബിന്ദുവിനെതിരെ രക്ഷാകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. കർശന നടപടിയെടുക്കുമെന്ന് ബ്ലോക്ക് മെമ്പർ ശ്രീദേവി പ്രതികരിച്ചു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കണ്ടൊരു ന്യൂസാട്ടോ. 2.5 വയസ്സ്, വെറും 2.5 വയസ്സ് പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ അംഗൻവാടിത്തെ ടീച്ചർ ഉപദ്രവിച്ച വീഡിയോസാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ വരുന്നുട്ടോ. ഇത്രയും ചെറിയ മക്കളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരെ മനസ്സെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവരെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ടീച്ചറായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ടീച്ചർ കറന്ന് ഉരുണ്ട് മറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടീൻ്റെ രക്ഷിതാവ് പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ ടീച്ചർ എന്താ പറയണത്, അത് വേറെ കുട്ടികളെ അടിച്ചതാക്കാനോ അവിടെ എവിടെയും തട്ടിയതാക്കാനോ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്ന് പറഞ്ഞാണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോസും കണ്ടോക്കെ. ഒരു പാടി ഇങ്ങനെ കയ്യിൽ കണ്ടു. മോളെ കുളിപ്പിക്കാൻ നോർമലി എന്ന് എടുക്കുന്ന ടൈമിൽ എടുത്തു. കുളിപ്പിക്കാൻ എടുത്തപ്പോൾ മോളെ കൈ അനക്കുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് നോക്കിയ ടൈമിൽ ഒരു കമ്പിന്റെ പാടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഫോട്ടോ അയച്ചു. എനിക്ക് നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്കായതുകൊണ്ട് നോക്കിയിട്ടില്ല. വീട്ടിൽ വന്നതിന് ശേഷം നോക്കിയിട്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ ഇങ്ങനെ ഒരു പാടുണ്ട് കുട്ടിയുടെ കയ്യിൽ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ എന്തെങ്കിലും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വീണിട്ടൊന്നുമില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും കയറി ഉരഞ്ഞത് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഉരഞ്ഞതല്ല, എന്തായാലും ഒരു കമ്പിന്റെ അടയാളമാണ്, നല്ല രീതിയിൽ കുട്ടിയുടെ കയ്യിൽ നല്ല രീതിയിൽ അടയാളമുണ്ട്, നല്ല രീതിയിൽ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും ആരും അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവരിങ്ങനെ ഓർത്തെടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉരുണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് കഴിഞ്ഞിട്ട് അവർ തന്നെയാണ് പറയുന്നത്, മിർസാൻ എന്ന് പറയുന്ന ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു കമ്പി വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ കുട്ടിയുടെ കൈ നടി കിട്ടിയതായിരിക്കാം, പക്ഷേ മോള് കരയുകയോ ഒന്നും ചെയ്തില്ല. ഇവർ വന്നപ്പോൾ കമ്പം കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. ഇവർ ദേഷ്യപ്പെട്ടപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ പോയി അവിടെ ഇരുന്നു. അതുകൊണ്ട് മോളുടെ കൈയൊന്നും ശ്രദ്ധിച്ചില്ല, അതായിരിക്കും പാടെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ കുട്ടികളാണ്, എന്നാലും നമ്മൾ നോക്കണം, എൻ്റെ മോളിൽ ചിലപ്പോൾ നാളെ വേറെ ആരെങ്കിലും അടിക്കാം, എന്നാലും നിങ്ങളൊന്ന് നോക്കിക്കോണമെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അമ്മ നന്നായിട്ട് പറയുന്നുണ്ടെന്ന് വിഷമമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ വിട്ട കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോളുടെ ശരീരത്ത് ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് മോള് വന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കെൻസ, എൻ്റെ മോളുടെ പേര് കെൻസ എന്നാണ്, മോളെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്, അവൾ ഭയങ്കര കരച്ചിലാണ്, കരഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞു എന്ന് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടിയെ അടിച്ചതുപോലെ തന്നെ ഇവളെയും അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടി പറഞ്ഞു ഒന്ന് ഷൂ റാക്കിൻ്റെ കമ്പി വലിച്ചൂരി, കമ്പി അവിടെ ഓൾറെഡി ഊരിയിട്ടുണ്ടായിരുന്നു, ആ കമ്പി എടുത്തതിന് ശേഷമാണ് ഈ മക്കളെ എല്ലാവരും അടിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടികൾ പറഞ്ഞത് വിശ്വസിക്കാതെ ഞാൻ നേരെ ആയുടെ അടുത്ത് പോയി. ഇവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരടുത്ത് പോയിട്ട് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല, സ്ഥിരമായിട്ട് കുട്ടികളെ ഇടയ്ക്ക് ഉപദ്രവിക്കാറുണ്ടെന്നും മോളെ ഇന്നലെ അടിച്ചിട്ട് ആദ്യത്തെ അടിയിൽ അവൾ കരഞ്ഞതുകൊണ്ട് വീണ്ടും അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. RP സനൂപ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ, ഇപ്പോൾ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനു മുമ്പും കുട്ടികളെ ഈ തരത്തിൽ ടീച്ചർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ ടീച്ചറുടെ പ്രശ്നം? അമൃത, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. വെമ്പായം ചിറമുക്കിലുള്ള 27-ാം നമ്പർ അങ്കണവാടി, നരിക്കലിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടിയിലാണ് കുഞ്ഞിന് നേരെ ടീച്ചർ തന്നെ ഇത്രയും ക്രൂരത കാണിച്ചത്. കുട്ടിയെ ഷൂറാക്കിന്റെ കമ്പി കൊണ്ടാണ് ടീച്ചർ അടിച്ച് പരിക്കേൽപ്പിച്ചത്. കുഞ്ഞിന്റെ കയ്യിൽ അതിന്റെ പാടും ദൃശ്യമാണ്. തുടർന്നാണ് കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീട്ടിൽ അച്ഛനാണ് കുട്ടിയെ കുളിപ്പിച്ചത്. ആ സമയത്താണ് കുഞ്ഞിന്റെ കൈ അനക്കാൻ പറ്റുന്നില്ലെന്നും കുഞ്ഞിന്റെ കയ്യിൽ പാടുള്ളതും ശ്രദ്ധിച്ചത്. തുടർന്ന് ഇതേ അങ്കണവാടിയിൽ 4 വയസ്സുള്ള ഒരു മറ്റൊരു കുട്ടി പഠിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ ഈ അടി കിട്ടിയ കുട്ടിയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ അത്തരത്തിൽ അടി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ, ടീച്ചർ അടിച്ചതായിട്ട് കുട്ടി അവളുടെ അമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിലും അതുപോലെ ആ അങ്കണവാടിയിൽ ജോലി ചെയ്യുന്ന ആയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ടീച്ചറാണ് കുട്ടിയെ അടിച്ചത്, അതും ഷൂറാക്കിന്റെ കമ്പി കൊണ്ടാണ് അടിച്ചതെന്ന് മനസ്സിലായത്. എന്നാൽ ടീച്ചറെ വിളിച്ചന്വേഷിച്ചപ്പോൾ ടീച്ചർ വിശദീകരിക്കുന്നത് ഇത് കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ്, കുട്ടികളിൽ ആരോ ഒരാൾ ഈ കമ്പി കൊണ്ട് അടിച്ചു എന്നാണ്, താനല്ല ഇത് ചെയ്തു എന്നുള്ള വാദത്തിലാണ് ടീച്ചർ ബിന്ദു ഉറപ്പിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തെ വാർഡ് ബ്ലോക്ക് മെമ്പറുമായിട്ടും സംസാരിച്ചിരുന്നു. ശ്രീദേവി ബ്ലോക്ക് മെമ്പറും വ്യക്തമാക്കുന്നത് ഈ ടീച്ചറിനെതിരെ മുമ്പും പരാതി വന്നിട്ടുണ്ട്, കുട്ടികളോട് മോശമായി പെരുമാറുന്നു എന്ന് കരുതിയിട്ടാണ് അന്ന് പരാതി വന്നത്. അത് താക്കീത് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവം അത് ഗൗരവമുള്ള സംഭവം തന്നെയാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അങ്കണവാടിയിലടക്കം പരിശോധന നടത്തി യോഗവും ചേർന്ന് വ്യക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് ബ്ലോക്ക് മെമ്പറും വ്യക്തമാക്കിയിട്ടുണ്ടായാലും. നമുക്കറിയാം, നേരത്തെ ഇവിടെ തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്കെതിരെ അവിടുത്തെ ആയമാർ നടത്തിയ ക്രൂരമായിട്ടുള്ള ചെയ്തികൾ നമ്മൾ കണ്ടതാണ്. സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ ചിറമുക്കിലുള്ള കുഞ്ഞിനും 2.5 വയസ്സുള്ള കുട്ടിക്കും ഉണ്ടായത്. അതിനുശേഷം നാട്ടുകാരും കാര്യങ്ങളും എല്ലാവരും അന്വേഷിച്ച് വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ വന്ന് ഈ ടീച്ചറെ കൂടെ മുമ്പ് ഹെൽപ്പറായിട്ട് ജോലി ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുടെ സംസാരങ്ങളും കാര്യങ്ങളും കേട്ടിട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ പറയുന്നത് കുട്ടികളെ എന്താ പറയുക ഉപദ്രവിക്കും, മൂക്ക് പിടിച്ചിട്ട് വായിക്ക് ചോറ് കുത്തി തിരികെ കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ ടീച്ചറെ പറ്റി.
എല്ലാവരും 2 മാസം 3 മാസമൊക്കെയാണ് ഇവരെ കൂടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർക്ക് വേറൊരു വേക്കൻസി തന്ന ആൾ തന്നെ അവർ പറയുന്നുണ്ട് കുട്ടികളെ നല്ലോണം ഉപദ്രവിക്കും, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഇത്രയും കാലമായിട്ട് ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര മക്കളവിടെ വേദനിച്ചിട്ടുണ്ടാവും, എത്ര മക്കളവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ അംഗൻവാടി എന്ന് പറയുന്നത് ആർക്കും രക്ഷിതാക്കൾക്ക് നോക്കാൻ കഴിയായിട്ടോ ഒന്നുമല്ല മക്കളവിടെ കൊണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ അവർക്ക് ജോലിയുണ്ട്. പിന്നെ പറഞ്ഞാൽ 2.5-3 വയസ്സായ നമ്മളെല്ലാവരും ആദ്യമേ കൊണ്ടുകാക്കുന്നതാണ് അംഗനവാടി, തൊട്ടടുത്തുള്ള അംഗനവാടി. കാരണം സ്കൂൾക്ക് പോകാനുള്ള മടി മാറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് വിട്ടുനിന്ന് ശീലമാവാനൊക്കെ നമ്മൾ കൊണ്ടുവിടുന്നത് എവിടെ? അംഗനവാടിയിൽ തന്നെയാണ് അല്ലേ. ഏറ്റവും ചെറിയ കുരുന്ന് പ്രായമുള്ള മക്കളാണ്. അപ്പോൾ ഈ അവരെ കൂടെ എന്താ പറയുക ജോലി ചെയ്ത കുറച്ച് ആയമാരെ സംസാരം കേട്ടു നോക്കി. അരിക്കൽ അംഗൻവാടി 27-ാം സെന്ററിൽ നിന്ന് 6 മാസം നിന്ന ഹെൽപ്പറാണ് ഞാൻ. ആ അംഗൻവാടി ചെന്നപ്പോൾ ടീച്ചർ കുട്ടികളെ ആഹാരം കൊടുക്കുമ്പോൾ കുത്തി നിറച്ച് വായിൽ കുത്തി നിറച്ചാണ് കൊടുക്കുന്നത്. മൂക്കിലൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ് അമ്മയ്ക്കാണ് ആഹാരങ്ങൾ വാരി കൊടുക്കുന്നത്. എന്നിട്ട് ചട്ടുകം വെച്ചാണ് കുട്ടികളെ അടിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടിക്കുന്നത് ചെയ്യരുത് ടീച്ചർ, കുട്ടികളുടെ അമ്മമാർ പരാതിക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കൂടെ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കൂ എന്നാണ് അവർ എൻ്റെ കൂടെ പറഞ്ഞത്. എനിക്കറിയാം അതിൻ്റെ കാര്യം നോക്കാനൊക്കെ അറിയാം എന്നും പറഞ്ഞാണ് ടീച്ചർ പല പ്രാവശ്യവും എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ടീച്ചറെ ഈ കുട്ടികളെ ഇങ്ങനെ ചട്ടുകം വെച്ച് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അവർ. 6 മാസം ഞാൻ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളായിരുന്നു. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഈ വാർത്താ ചാനൽ പുറത്ത് വന്നപ്പോഴാണ് അത് പറയാൻ കഴിഞ്ഞത്. ഞാൻ 27-ാം നമ്പർ അംഗൻവാടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹെൽപ്പറാണ്. 3 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് അതിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ റെക്കമെൻഡേഷനിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്നേരം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴേ ആ കുട്ടി പറഞ്ഞിരുന്നു കുട്ടികളെയൊക്കെ ഉപദ്രവിക്കും, ഇങ്ങനെ ആഹാരം കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ചട്ടവും കൊണ്ടാണ് അടിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഞാൻ ചെന്നപ്പം ഈ ചട്ടമൊക്കെ നോക്കിയപ്പോൾ ചട്ടമൊക്കെ മേശപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ ഈ ചട്ടമൊക്കെ എടുത്ത് മാറ്റി ഒരു ചെറിയ ചുള്ളി കമ്പെടുത്തുകൊണ്ട് ഇട്ടിരുന്നു. കുട്ടികളല്ലേ ചെറിയ തമ്മിലടിയുള്ള കൂടൊക്കെ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് ഒരു അടിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോംവർക്കൊക്കെ എഴുതാത്തതിനൊക്കെ അടിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ആഹാരം കൊടുക്കണതിലൊക്കെ വലിയ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഇങ്ങനെ കൊടുക്കരുത്, ആഹാരം വായിൽ വെച്ച് ഇട്ട് അത് കുത്തിപ്പിടിച്ച് ഇങ്ങനെ മൂക്കും വായും കൂടെയൊക്കെ പിടിച്ചുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കൊടുക്കാൻ അറിയാമെന്ന് എൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ അടുത്ത് ഒന്നും നമുക്ക് പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. പിന്നെ ഇത് എനിക്ക് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പുറത്ത് കൊണ്ടുവന്നാൽ ഇത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. നമ്മൾ അവർ ഒറ്റപ്പെടുത്തേ ഉള്ളൂ, സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുള്ളൂ. നമ്മളത് എന്ന് വെച്ചാൽ കുറച്ച് പേര് ഈ ടീച്ചറെ നല്ല അഭിപ്രായത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇവർ കാണുമ്പം മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും സ്നേഹ പ്രകടനവും ഒക്കെ കാണിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഇത് നമ്മൾ തെറ്റാണ് പറയണമെന്നേ വിചാരിക്കുകയുള്ളൂ. പിന്നെ ഒരു കുഴിയിലാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എന്ത് നടന്നാലും ആരും അറിയുന്നില്ല. പിന്നെ അപ്പോൾ ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ടുള്ള ഈ ന്യൂസെല്ലാം ഇത് വന്നപ്പോൾ എനിക്കിത് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടി പ്രതികരിക്കണം, ഇതിന് പറയുന്നത്. പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ കുറച്ച് അമ്മമാരുടെ അടുത്തൊക്കെ ഞാൻ ഈ ചെറിയ സൂചനയെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്നുള്ള സൂചന ഞാൻ കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ നയിക്കൽ അംഗൻവാടിയിൽ ഒരു 3 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇതിന് മുന്നും പല പരാതികളും വന്നിട്ടുണ്ട് ടീച്ചറിന്. ഒരു പരാതി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഇടയിൽ കയറിയത്. ഇവർ കഞ്ഞി ചോറ് എന്തോ ആഹാരമായാലും കഴിക്കാത്ത കുട്ടികൾക്ക് ബാക്കിയാത്ത കുത്തി കയറ്റിയിട്ട് മൂക്കി പിടിച്ച് ഇറക്കണ ഒരു ഇതുണ്ട്. പിന്നെ ഒരുപാട് ചെയ്യുന്ന മക്കളെയൊക്കെ പിടിച്ച് വെളിയിലിറക്കി കഥവടച്ചിടും. പിന്നെ തുറന്നു കൊടുക്കും. പിന്നെ അപ്പോഴത്തെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഞങ്ങളത് പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 6 മാസത്തേക്ക് കയറിയവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എഴുതി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ജോലി പോകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാത്തതാണ്. പിന്നെ കമ്പി വെച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ചട്ടം വെച്ചൊക്കെ അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് രക്ഷകർത്താക്കളെയൊക്കെ ഇവർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ പ്രതികരിക്കില്ല. പിന്നെ ബാക്കിയുള്ളവർ എത്ര പറഞ്ഞാലും ഒരുപാട് പേര് മക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവരെ പൊതുവെയുള്ള സ്വഭാവം ഇങ്ങനെയാണെന്നാണ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത്. ഞങ്ങൾ നിന്നപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇവരെ ഇങ്ങനെ ഒരു ജോലിക്ക് അർഹതപ്പെട്ടതല്ല. ആദ്യമൊക്കെ ഒരു നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത്. ഞങ്ങൾ എൻ്റെ മക്കളും അവിടെയാണ് അവരാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴൊന്നും ഞങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഈയിടെ തൊട്ട് ഒത്തിരി പ്രശ്നമാണ്. എൻ്റെ പേര് സീനത്ത്. ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ചിറപ്പ് വാർഡിലെ മെമ്പറുമായിരുന്നു. അപ്പം നരിക്കൽ അംഗനവാടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഇന്നലെ കേൾക്കുകയുണ്ടായി, അറിയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പരക്കെ ആളുകൾ ഒരു വിവാദം പറഞ്ഞു. ടീച്ചറുടെ പെരുമാറ്റത്തെപ്പറ്റി, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യവും കുട്ടികളെ അടിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഞാൻ അവിടെ നിന്നിട്ടുള്ള താൽക്കാലിക ഹെൽപ്പർമാരായിട്ടുള്ളവരെ ഞാൻ സമീപിച്ചു. അപ്പം അവരോട് ഈ കാര്യം അറിഞ്ഞ കാര്യം ശരിയാണോ എന്ന് തിരക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പം അവരോട് തിരക്കിയപ്പോൾ പറഞ്ഞത് അറിഞ്ഞ
അപ്പം ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. ആരതാണെങ്കിലും സ്വന്തം മക്കളെ പോലെ നമ്മൾ നോക്കും കരുതിയിട്ടാണ് നമ്മൾ ഈ സ്കൂളിലാണെങ്കിലും അംഗനവാടിയിലാണെങ്കിലും നഴ്സറിയിലാണെങ്കിലും എല്ലായിടത്തും വിടുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വെച്ച് പൊറപ്പിക്കരുത് അല്ലേ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.